ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم ما ضل عن سبيله وهو أعلم بالمهتدين. അതിന് വസ്തുതകൾ വേണം. അപ്പോൾ അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഭൂമി പരന്നതാണെന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അല്ലെങ്കിൽ ഇതേപോലെ ഭാര്യയെ തല്ലാമെന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അടിമയെ വെച്ചോളൂ എന്ന് പറയുന്ന ഒരു ദൈവം, ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതേപോലെ ഭീകരവാദത്തിന് കൂടി വഴിവെക്കുന്ന ഒരു അധ്യാപനം 9:29 9:5 9:123 ഇങ്ങനെ പല പല ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിലിപ്പോ ബാക്കിയുള്ളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾക്ക് എടുക്കേണ്ടത് ഒന്ന്, ഭൂമി പരന്നതാണ് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുറാനിലെവിടെയും ഇയാൾ പറഞ്ഞ പോലെ പരന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ആയത്ത് പറഞ്ഞു കഴിഞ്ഞാല് സൂറത്ത് 79 30-ാമത്തെ ആയത്ത്. അതിൽ ഭൂമിയെ നാം എന്ത് ചെയ്തു? വൽ അർള ബഅദ ദാലിക ദഹാഹ എന്ന പദമാണ് ഇവര് എടുക്കുക. അതിൽ ചില തഫ്സീറിലൊക്കെ അല്ലെങ്കിൽ ചില പരിഭാഷയിൽ നമുക്ക് കാണാം ഭൂമിയെ നാം പരത്തി എന്നുള്ള രീതി. ശരിക്കും അതിന്റെ അർത്ഥം വിരിച്ചു എന്ന അല്ലെങ്കിൽ വിധാനിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. ഇനിയിപ്പോ പരത്തി എന്നുള്ള അർത്ഥം എടുത്താൽ തന്നെ അവിടെ തന്നെ പരത്തി എന്നുള്ള അർത്ഥമാണ്, പരന്നതാക്കി എന്നല്ല പറഞ്ഞു. പരത്തി എന്നുള്ള അർത്ഥം തന്നെ എടുത്ത് വിചാരിച്ച ആ അർത്ഥം എടുത്താൽ തന്നെ എന്താണ് സംഭവിക്കുക? അപ്പൊ ആപേക്ഷികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭൂമി പരന്നത് പോലെ തന്നെയാണ്. ആ ഒരു രീതിയാണ് അവിടെ പറഞ്ഞത്. അതായത് മനുഷ്യർക്ക് തന്ന ചില അനുഗ്രഹങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. എന്നാൽ ഭൂമിയുടെ ആകൃതിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഉരുണ്ടിട്ടാണെന്ന് ഇയാൾക്ക് തന്നെ എവിടുന്ന് കിട്ടുക? കൃത്യമായിട്ട് ഉരുണ്ടിട്ടാണോ? അല്ല, ഒരു എഗ് ഷേപ്പാണ്. ശരിക്കും ഈ ആയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദഹാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകപക്ഷി മുട്ടയിടുന്ന സ്ഥലത്തിനെ കുറിച്ചും ഒക്കെയാണ് അതിന് പറയാം. ശരിക്കും ഒട്ടകപക്ഷിയുടെ ഒരു മുട്ടയുടെ ഒരു ഷേപ്പ് തന്നെയാണ് ഈ പറഞ്ഞ ഭൂമിയുടെ ഷേപ്പ്, അല്ലാതെ കറക്റ്റ് ഗോളാകൃതി അല്ല എന്നുള്ളതാണ്. പിന്നെ ഖുറാനിൽ തന്നെ നമുക്ക് ഇതിനെ പറ്റി നോക്കുകയാണെങ്കിൽ 39 സൂറത്ത് സുമറിലെ 5-ാമത്തെ വാക്യം, യുകവ്വിറുൽ ലൈല വന്നഹാറ, അതായത് യാത്രയെ നാം പകലിനെ കൊണ്ട് കവ്വിർ ചെയ്യിക്കുന്നത്. അതായത് ഈ ബോളിനാണ് കുറത്ത് എന്ന് നമ്മൾ പറയും. അറബിയിൽ കുറത്ത് എന്ന് പറഞ്ഞാൽ ഈ ബോള് എന്നാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പൊതിയ എന്നുള്ളതാണ്. എന്തിനെ ചുറ്റി? കുറത്തിനെ ചുറ്റിപ്പൊതിയ, അതായത് ബോളിനെ ചുറ്റിപ്പൊതിയുന്ന രീതിയിലാണ് അവിടെ ഈ ആയത്ത്. ഇതിന് വിശദീകരണമായിട്ട് നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇബ്നു ഹസ്മ് 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഭൂമി ഉരുണ്ടതാണെന്ന് സഹീഹായിട്ടുള്ള പ്രമാണം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം ഇബ്ൻ തൈമിയ റഹിമഹുള്ള ഭൂമി ഉരുണ്ടതാണെന്ന് ഉലമാക്കളുടെ, അതായത് പണ്ഡിതന്മാരുടെ ഏകോഭിപ്രായമാണ്, അതായത് ഇജ്മാ ആണ് എന്ന് പറഞ്ഞതായിട്ട് കാണുന്നു. സൈഖു തൈമീൻ ഭൂമി ഉരുണ്ടതാണെന്ന് സൂചിപ്പിക്കുന്ന ഖുറാനിൽ ഒരുപാട് വചനങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് അതേപോലെ തന്നെ ഈ മശ്രിഖ് വൽ മഗ്രിബ, അതായത് ഉദയസ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ അസ്തമന സ്ഥാനങ്ങളുടെയും രക്ഷിതാവ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് സൂറത്ത് റഹ്മാനും അതേപോലെ തന്നെ വേറെ അധ്യായങ്ങളിലൊക്കെ കാണാൻ കഴിയും. എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ തന്നെ ഈ ആയത്തുകളൊക്കെ എടുത്തിട്ടാണ് പറയുന്നത് ഈ കാര്യങ്ങൾ, അല്ലാതെ അവര് കണ്ടുപിടിച്ചിട്ടല്ല പറയുന്നത്. ഖുറാനിലെ ഈ ആയത്തുകൾ കൊണ്ട് തന്നെ ഖുറാൻ പ്രകാരം എന്താണ്, ഭൂമി ഒരു ഉരുണ്ട രീതിയിലാണ്, ഒരു ഗോളാകൃതിയിലാണ് എന്നുള്ളത് അവർക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഒരിക്കലും പരന്ന ഒരു സ്ഥാനത്തിനാണെങ്കിൽ ഒരു ഉദയം ഒരു അസ്തമയം ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു ഗോളാകൃതിയിലാണെങ്കിലേ എന്താവും, ഒരുപാട് അസ്തമനവും അതേപോലെ തന്നെ ഒരുപാട് ഉദയങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉള്ളുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധ്യതകൾ വെച്ചിട്ടാണ് ഇവര് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ 8-ാം നൂറ്റാണ്ടിൽ തന്നെ ഖലീഫ മൗമൂന്റെ കാലത്ത് തന്നെ ഭൂമിയുടെ ആരം അളക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഖിബിലയുടെ ഡയറക്ഷൻ കൃത്യമായിട്ട് എല്ലാ രാജ്യക്കാർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് അവര് ഭൂമിയുടെ ആരം അളക്കാൻ. ആരം എന്നുള്ളത് ഒരു ഉരുണ്ട സാധനത്തിനെ അല്ലെങ്കിൽ ഗോളാകൃതിയുള്ളതിനെ ആരം അളക്കാൻ കഴിയും, പരന്നതിന് ആരം അളക്കാൻ. അപ്പൊ ഇവര് ഖുറാനെതിരെ പറഞ്ഞു എന്നാണോ ഇയാൾ പറഞ്ഞത്? അല്ല, ഇവര് ഖുറാനിലെ ആയത്തുകൾ തന്നെ കോട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ. ഇബ്നു തഫ്സീർ അൽ കബീർ ഇമാം റാസിയുടെ ഗ്രന്ഥത്തിൽ
ഈ പറഞ്ഞ 39.5 വിശദീകരണത്തിൽ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വിശദീകരിച്ചായിട്ട് കാണാം. ഇതൊന്നും ആധുനിക പണ്ഡിതരല്ല, പൗരാണിക പണ്ഡിതരാണ്. അവരിങ്ങനെ ആണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അല്ലാഹു ആലം. കൃത്യമായിട്ടുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റുകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ അടിച്ചു വിടും, നിങ്ങൾ എന്ത് ചെയ്യാ, അത് വെരിഫൈ ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞോളാം എന്ന പണിയാണ് നമ്മളിപ്പോ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളിങ്ങനെ കളവ് പറഞ്ഞു പോവാ, നമ്മളിങ്ങനെ അതിനെ ശരിയാക്കി കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അയാൾ എന്തായിരുന്നു പറഞ്ഞു ഇതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ ആ വിഷയത്തിൽ അല്ലെ. അത് 9-5 അതൊക്കെ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഉള്ളതാണ്. അതെല്ലാം യുദ്ധ സന്ദർഭത്തിൽ വന്നതാണ്, അത്രേ ഉള്ളൂ. അതായത് അങ്ങോട്ട് കയറി 9-29 എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി ദിശയുടെ കാര്യത്തിൽ പറഞ്ഞില്ല, അത് തബൂക്ക് യുദ്ധമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് തബൂക്ക് യുദ്ധം സെപ്പറേറ്റ് തന്നെ പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധം ഇങ്ങോട്ട് കയറി വന്നതാണ്. റോമക്കാർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ പ്രവാചകനെ പ്രതിരോധിക്കാൻ പോയതാണ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞതിന് മനസ്സിലാവും. 9-5 ഗാബയിൽ വെച്ചിട്ട് ഹുദൈബിയ സന്ധി അവർ മുറിക്കുമ്പോ അപ്പൊ പിന്നെ ഫൈനൽ കോൾ കൊടുക്കുകയാണ്, ഇനി ഈ സന്ധികളൊക്കെ ഇനി ഇല്ല എന്നും പറഞ്ഞ് കൊടുക്കുന്നതാണ്. എല്ലാ യുദ്ധത്തിൽ പറയുന്നത് തന്നെയാണത്. ഒരു രാഷ്ട്രം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാം, എല്ലാ ആയത്തുകളും, അല്ലാതെ ഇൻഡിവിജ്വൽ അല്ല. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാനായിട്ട്. പിന്നെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഭൂമി പരന്നതെന്നുള്ളത്. ഇപ്പൊ നേരത്തെ യുക്കബിറു എന്ന് പറഞ്ഞത് കോയിലിംഗ് എന്നുള്ളതാണ് ആ വേർഡ്. കോയിൽ ചെയ്യുക എന്നുള്ളത്. കോയിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു സ്ഥലത്തല്ല കിടന്ന് ചുറ്റുന്നത്. ഒരു ചുറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അടുത്ത ചുറ്റ്, കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്ത ചുറ്റ്. അതാണ് കോയിലിംഗ്. അത് പകലിനെയും രാത്രിയെയും കോയിൽ ചെയ്തു, യുക്കബിറു ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരേ സ്ഥലത്ത് നിന്നല്ല സൂര്യനെ ചുറ്റുന്നത്. അപ്പൊ സൂര്യനും കൂടെ ചേർത്ത് മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ള അർത്ഥം അതിനകത്ത് വരും. സൂര്യൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ ചുറ്റും ഇതും ഈ എന്താണ് ഭൂമിയും ചുറ്റുമ്പോ മാത്രമാണ് ഈ കോയിലിംഗ് വരിക. ബാക്കി അല്ലെങ്കിൽ റൗണ്ടിങ്ങിനെ വരത്തുള്ളൂ. ആ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് സൂര്യൻ ചലിക്കുന്നുള്ള നോളജ് അന്നില്ല. സൂര്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്. അത് ഹീലിയോസെൻട്രിക് എന്നുള്ള രീതിയിലൊക്കെ പിന്നീടാണ് അത്. അന്ന് അപ്പ സമയത്ത് പോലും ഇല്ല. ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഒന്നിനെ വിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള, നക്ഷത്രങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള നോളജ് എല്ലാം പിന്നീടാണ് വന്നത്. സൂര്യൻ സ്റ്റേഷനറി ആണ് എന്നാണ് ഒരു 10-50 വർഷം മുമ്പ് പോലും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് 6-ാം നൂറ്റാണ്ട് പറയുന്നു അത് കോയിലിംഗ് ആണ്, റൗണ്ടിങ് അല്ല, ഒരു സ്ഥലത്ത് നിന്ന് റൗണ്ട് ചെയ്യുമല്ല, അത് സൂര്യൻ മൂവ് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള നോളജുകളും ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ വേർഡ് യൂസ് ചെയ്തിട്ട് സയന്റിഫിക് ടേംസിനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഖുർആൻ. അതിനാണ് ഇയാൾ വന്നിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞത്. ഭൂമി പറഞ്ഞ ഈ ആയത്ത് കൂടാതെ ഒരു ആയത്തും കൂടെ ഉണ്ട്. 2 ഉദയസ്ഥാനങ്ങളുടെയും 2 അസ്തമയ സ്ഥാനങ്ങളുടെയും നാഥനാണ് അള്ളാഹു എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കേ അതെന്താന്നുള്ളത്. ഒരു സ്പിയറിനെ ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്പിയർ എന്ന് പറഞ്ഞാലും തെറ്റും. ഈ സ്പിറോയിഡ് ആണത്, സ്പിയർ അല്ല ഇത്. അതിന്റെ പോൾസിൽ അത് കുറച്ച് ഇത് ചെയ്തിട്ടാണ്, കുറച്ച് സ്ട്രിങ് ആയിട്ടാണുള്ളത്. 100% സ്പിയർ അല്ല അത്. അപ്പൊ സ്പിയർ എന്ന് പറഞ്ഞാലും തെറ്റും. ഇപ്പൊ അവർ പറയും, കണ്ട സ്പിയർ എന്ന് പറഞ്ഞേക്കുന്നത് ഭൂമി സ്പിയറാന്ന് പറഞ്ഞു, ഖുർആൻ തെറ്റിയെന്ന് ഇവര് തന്നെ പറയും സ്പിയറാന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പറയാതെ വേറൊരു പ്രതിഭാസം കൊണ്ട് പറയാണ്. എന്താണ്? 2 ഉദയസ്ഥാനങ്ങളുടെയും 2 ഉദയസ്ഥാനങ്ങളുടെയും നാഥനായ അള്ളാഹു. നമ്പർ ഞാൻ നോട്ട് ചെയ്യാൻ മറന്നു. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ചിന്തിച്ച് നോക്കിയാലേ പറയാം. ഈ ഒരു പ്രകൃതി പ്രതിഭാസം വെച്ചിട്ട് ഇത് റൗണ്ട് ആണ് എന്ന് പറയണമെങ്കിൽ എത്രത്തോളം അതിനകത്ത് ഒരു ബ്രെയിൻ വർക്ക്. അല്ലാവിന് ബ്രെയിൻ വർക്ക് പ്രശ്നമല്ല, ഞാൻ പറയാ, നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനകത്ത് ഒരു സ്പിയറിന് മാത്രമേ ഇത് ചേർത്തുള്ളൂ. ഒരു റെക്ടാംഗിൾ സ്പേസ് ആണെങ്കിലും ഒരു സ്ക്വയർ ആണെങ്കിലും ഈ വേർഡ് പറ്റത്തില്ല. 2 ഉദയസ്ഥാനം 2 അസ്തമയ സ്ഥാനം എന്നുള്ള വാക്ക് വരണമെങ്കിൽ അതെങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മളെ ഇവിടെ നാട്ടില് സൂര്യൻ ഉദിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളത് കിഴക്കെന്ന് പറയും. അതേസമയം ഓപ്പോസിറ്റുള്ള അമേരിക്കക്കാരൻ അതേ ദിക്ക് ചൂണ്ടിട്ട് പറയും ഇത് പടിഞ്ഞാറാണെന്ന് പറയും. അതുപോലെ വൈകിട്ട് നമുക്ക് അസ്തമയ സമയത്ത് നമ്മൾ പറയും ആ ഡയറക്ഷനെ ചൂണ്ടിയിട്ട് പറയും ഇത് പടിഞ്ഞാറാണെന്ന്. അതേ ഡയറക്ഷനെ ചൂണ്ടിക്കൊണ്ട് അമേരിക്കക്കാർ പറയും ഇത് കിഴക്കാന്ന്. അപ്പൊ ഒരു സമയത്ത് തന്നെ 2 കിഴക്കും 2 പടിഞ്ഞാറായത് കൊണ്ടാണ്. ഒരേ സമയം ഒരു ഇൻസ്റ്റന്റില് ഒരു സമയത്ത് ഭൂമി ഉദിക്കുന്നു, ഒരാൾക്ക് അത് അസ്തമിക്കുന്നതായിട്ട് തോന്നും അതേ സമയത്ത്. അപ്പൊ ആ ഒരു കിഴക്ക് ഒരു പടിഞ്ഞാറ്. അതേപോലെ വൈകിട്ട് സമയത്തും അതേ സ്ഥലത്ത് പടിഞ്ഞാറും കിഴക്കുമായിട്ട് വരും. അപ്പം ഇത് ഒരു സ്പിറോയിഡ്, ഒരു റൗണ്ട് ആണെങ്കിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. ഒരു റെക്ടാംഗിൾ ആണെങ്കിൽ ഇത് വരത്തില്ല, സ്ക്വയർ ആണെങ്കിൽ വരത്തില്ല, ഫ്ലാറ്റ് ആണെങ്കിൽ ഇത് വരത്തേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ജീനിയസ് ആയിട്ടാണ്, ജോമെട്രിക്കൽ ജീനിയസ് ആണ് ഈ ടേം ഇങ്ങനെ കോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ.
രണ്ടുടെ ഉദയസ്ഥാനത്തിന്റെ രണ്ട് അസ്തമയസ്ഥാനത്തിന്റെ നാഥൻ എന്ന് പറയാൻ. അത് ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന വായത്താണ്. ഇയാളുടെ തലയ്ക്ക് ഇതെല്ലാം എവിടെ കയറണം? സംഖ്യ ചാണകം കയറിയിരിക്കുന്നവന്റെ തലയിൽ ഇതെല്ലാം കയറും.